അപ്പോഴേ നല്ല ചൂടല്ലേ. നമ്മുടെ നാട്ടിൻപുറത്തിപ്പോൾ 35-40 ഡിഗ്രി ചൂടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ പക്ഷികളായാലും മൃഗങ്ങളായാലും മനുഷ്യനായാലും ചൂട് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമുക്ക് പലവിധ മാർഗങ്ങൾ അവലംബിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കോഴിയുടെ കൂട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ നമ്മുടെ ക്രിസ്മസിനൊരു പുൽക്കൂട് നിർമ്മിച്ചപ്പോൾ നമ്മളൊരു ടാർപോളിൻ അവിടെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ആ ഡിസൈൻ ചെയ്ത ആ പടമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അത് ഞാനെടുത്ത് നമ്മുടെ കോഴിക്കൂടിൻ്റെ പൊക്കത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. തന്നെയുമല്ല, നമ്മുടെ ജൈവ പന്തൽ ഇപ്പം നല്ല കവർ ചെയ്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറേ തണുപ്പ് നമുക്ക് രാവിലെ കിട്ടുന്നുണ്ട്. പക്ഷേ ചൂടിൽ നിന്ന് കോഴികൾക്കതൊരു ആശ്വാസമാണ്. പക്ഷേ ഇച്ചിരി കൂടി ഭംഗിയായിട്ടുള്ള ഒരു കവറിങ് നമ്മൾ കൊടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും ചൂട് കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന്, കുറച്ച് വെള്ളം, ഇവിടെ ഇപ്പോൾ ധാരാളം വെള്ളം, ഇവിടുത്തെ വെള്ളം പറ്റാറായി, എന്നാലും വെള്ളം ഉള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ നമ്മുടെ കോഴിക്കോടിൻ്റെ ചുറ്റും കുറച്ച് വെള്ളം അങ്ങ് തളിച്ച് കൊടുത്തേക്കും. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം തളിച്ച് കൊടുക്കുമ്പോൾ ഒരു തണുപ്പ് അവിടെ നിലനിൽക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ കോഴി ഒരു 20 കോഴിയോളം അതിനകത്തുണ്ട്. ആ വലത്ത് സൈഡിൽ ആ കള്ളിക്കകത്ത് 13 ചെറിയ കോഴികളും അപ്പുറത്ത് 10 കോഴികളുമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആദ്യ ബാച്ചിലെ കോഴികൾ തമ്മിൽ ഇത്തിരി കൊത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പൂവന്മാരുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും അവർ കൊത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഇടയ്ക്ക് മേളിൽ കയറ്റി ആ 2 കള്ളിയിലായിട്ട് ഇട്ട് കൊടുക്കും. അവിടെ ഇവിടെ കൊത്തുന്നവരെ മാത്രം, ബാക്കിയുള്ളതിനെ തീരെ സഹിക്കല്ലാത്തതിനെ അഴിച്ചങ്ങ് വിട്ടേക്കും. അപ്പോൾ ഇവർക്ക് മുട്ടയിടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവർ മുട്ടയിടുന്നുണ്ട്. നമുക്കിപ്പോൾ 4 കോഴി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല വരുമാനമാണ്. പലരും യൂട്യൂബിനകത്ത് കോഴിക്കൃഷിയൊക്കെ ചെയ്യുന്നവർ പറയും ഭയങ്കര നഷ്ടമാണ്. അതെന്തുകൊണ്ടാണ് നഷ്ടം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതല്ലേ, തട്ടുകടയിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ പോയി ആൾക്കാർ കൊച്ചു പിച്ചടച്ച് കുഞ്ഞു കൊച്ചുങ്ങൾ വരെ ഒരു ഫുൾ ചിക്കൻ തിന്നുന്നു. ഇപ്പോഴാണ് അൽഫാമോ അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചിക്കനും മറ്റുമൊക്കെ, ഞാൻ ഹോട്ടൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നു, കൊച്ചു പിള്ളേരും മറ്റുമൊക്കെ വന്ന് കോഴി കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടടിച്ച് പോകും. ഈ കോഴി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലിപ്പോൾ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ഭക്ഷണമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ് നഷ്ടമായി മാറുന്നത്, അതിൻ്റെ മുട്ടകൾ എങ്ങനെയാണ് നഷ്ടമായി മാറുന്നത്. ഒന്നുമല്ലെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളിയല്ലേ, അതും ആരോഗ്യദായകമല്ല, വരുമാനമല്ല, അതിനുവേണ്ടി പുറത്ത് കാശ് കളയേണ്ട കാര്യമുണ്ട്. അപ്പോൾ കോഴിക്കൃഷി ഒരിക്കലും നഷ്ടമാകുകയില്ല. പിന്നെ അതിനെ വിപണനം ചെയ്യാനുള്ള കഴിവും തന്ത്രങ്ങളും ഇല്ലാതെ വരുമ്പോഴും അതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോഴാണ് അത് നഷ്ടമാണെന്ന് പറയുന്നത്. അല്ലാണ്ട് അത് ടോട്ടലി ഒരിക്കലും നഷ്ടമാകുകയില്ല. ഫുഡ് ഒരിക്കലും നഷ്ടമല്ല. അത് എത്ര ഉൽപ്പാദിപ്പിക്കുന്നോ അത്രയും അത് ചിലവായി പോകും. അതാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി ധാരാളം കഴിക്കുന്നതാണ്. കൊച്ചു ചടച്ച് ഉണ്ടായി വരുന്ന കൊച്ചു ഒരു ഫുൾ ചിക്കൻ തിന്നും ഇപ്പോൾ. അപ്പോൾ ഈ കാലത്ത് കോഴി നഷ്ടമാകത്തില്ല. ഇപ്പം ഞങ്ങൾക്ക് തന്നെയാണ് 23 കോഴിയുണ്ട്. അതിൽ ചെറിയ കോഴികളെല്ലാം വളർന്നു നല്ല പാവ് എത്തിയിട്ടുണ്ട്. വലിയ കോഴി ഇപ്പം 4 എണ്ണം മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ അത് തന്നെയാണ്, 10-20ഓളം മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളിപ്പം മുട്ട അതാണ്. ഇപ്പം ഞങ്ങൾ ഒരാഴ്ചയായിട്ട് പുറത്തുനിന്ന് മുട്ട മേടിക്കുന്നില്ല. ഇതൊക്കെയാണ് ഓരോ ബിസിനസ്സിലേക്ക് ചെറിയ ആൾക്കാരായാലും വലിയ ആൾക്കാരായാലും കടന്നു വരുന്നത്. മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഓരോ സൂത്രങ്ങളാണ് ചെയ്യുന്നത്. അടുത്തടുത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ബ്ലോക്ക് ചെയ്താൽ, എന്നാലും ഫുഡല്ലേ, ഭക്ഷണമല്ലേ, അതൊരിക്കലും നഷ്ടമാകത്തില്ലല്ലോ. നമ്മൾ എത്ര ഉൽപ്പാദിപ്പിക്കുന്നോ അത്രയും ചിലവായി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട്, നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞു നിർത്തിയിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഇന്ന് ഞാൻ
ഇന്നല്ലെങ്കിൽ നാളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ, ചൂടിനെ എങ്ങനെയാണ് കൂട്ടുകാരുടെ കോഴി വളർത്തലിൽ പ്രതിരോധിക്കുന്നത്, എന്തൊക്കെ ഉപായങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജനുവരി തൊട്ട് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കോഴിക്കൂടിനെയും കോഴി കൃഷികളെക്കുറിച്ചൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അതൊരു അരോചകമായി മാറിയിരിക്കാം. കോഴി പോയി റെസ്റ്റോറൻറ്റിലും ഒക്കെ പോയി കണ്ണും വയറും നിറച്ച് കഴിക്കും. പക്ഷേ കോഴീനെ കൃഷി ചെയ്യുന്നതും അതിൻ്റെ വീഡിയോ കാണിക്കുന്നതും മലയാളിക്ക് ഇഷ്ടമല്ല. എന്നാ മലയാളി. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ എല്ലാം എഡിറ്റിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ചൂടിനെ പ്രതിരോധിക്കുകയും ചെയ്യാം, നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കമൻറ്റുകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. അപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.